ഹായ് മൈ ഫ്രണ്ട്സ്, ദിസ് ഈസ് അമീർ ഷാ അഗെയിൻ. ഇന്ന് നമ്മൾ നിങ്ങൾക്ക് മറ്റൊരു മ്യൂച്വൽ ഫണ്ട് കൂടി നമ്മൾ പരിചയപ്പെടുത്തി തരുന്നുണ്ട്. അതിൻ്റെ പേരാണ് ബാങ്ക് ഓഫ് ഇന്ത്യ കൺസംഷൻ ഫണ്ട് ഡയറക്റ്റ് ഗ്രോത്ത് എന്നതാണ്. ഇത് ബേസിക്കലി നമ്മൾ പറയുന്ന ഒട്ടുമിക്ക മ്യൂച്വൽ ഫണ്ടുകൾ എന്ന് പറയുന്നത് ഇക്വിറ്റി ലിങ്ക്ഡ് ആണ്. നിങ്ങൾ പിന്നെ നമ്മുടെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഇക്വിറ്റി ലിങ്ക്ഡ് മ്യൂച്വൽ ഫണ്ടുകൾ മാത്രമേ നമ്മൾ റെക്കമെൻഡ് ചെയ്യാറുള്ളൂ. കാരണം ബെഞ്ച് മാർക്ക് പ്രോഫിറ്റ് നോക്കുമ്പോൾ നമുക്ക് ബാങ്ക് ഇൻട്രസ്റ്റിനേക്കാൾ കൂടുതൽ നല്ല പ്രോഫിറ്റ് നൽകുന്ന ഏക മാർഗം എന്ന് പറയുന്നത് പിന്നെ ഇക്വിറ്റി ലിങ്ക്ഡ് മ്യൂച്വൽ ഫണ്ടുകൾ മാത്രമാണ്. സോ എനിവേ വി ആർ ഗോയിങ് ടു ഇൻവെസ്റ്റ് അവർ വാല്യുബിൾ മണി വിത്ത് മ്യൂച്വൽ ഫണ്ട്സ്. സോ അതിൽ നിന്ന് നല്ല പ്രോഫിറ്റ് കിട്ടുന്നതിന് വേണ്ടി നല്ല റിസ്ക് ഉണ്ടെങ്കിൽ പോലും നല്ലൊരു മാർഗം എന്ന് പറയുന്നത് ഇൻവെസ്റ്റിംഗ് ഇൻ സ്റ്റോക്ക് ലിങ്ക്ഡ് മ്യൂച്വൽ ഫണ്ടുകൾ തന്നെയാണ്. സോ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് പരിചയപ്പെടുത്താനുള്ള മറ്റൊരു ഫണ്ടാണ് ബാങ്ക് ഓഫ് ഇന്ത്യ പ്രൊമോട്ട് ചെയ്യുന്ന കൺസംഷൻ ഫണ്ട്. ഇറ്റ്സ് ഓൾറെഡി ഓപ്പൺ സിൻസ് 29 November ആൻഡ് ഇറ്റ്സ് ഗോയിങ് ടു എൻഡ് ടുമോറോ 13 December. സോ ഓൺലി 1 day ലെഫ്റ്റ്, സോ യു ക്യാൻ സബ്സ്ക്രൈബ് ഇഫ് യു വാണ്ട്. പക്ഷെ അതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് സംസാരിക്കണം. ഇനി വാട്ട് ഈസ് ദ മീനിങ് ഓഫ് കൺസംഷൻ ഫണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ ആൻസർ ഈസ് വെരി സിമ്പിൾ. ഇതിൻ്റെ ഫണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്നത് നമ്മുടെ 500 ഇൻഡെക്സോ അതല്ലെങ്കിൽ 200 ഇൻഡെക്സോ നിഫ്റ്റി 50 നോക്കിയിട്ടല്ല. ഇതിൻ്റെ സെക്ടർ ബേസ്ഡ് ആയിരിക്കും ഇതിൻ്റെ പെർഫോമൻസ് ഫണ്ട് മാനേജർ നോക്കുന്നത്. സോ ഐഡിയലി വാട്ട് ഈസ് എ കൺസംഷൻ ഫണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കമ്മിങ് നമ്പർ ഓഫ് ഇയേഴ്സിൽ അല്ലെങ്കിൽ ക്വാർട്ടറിൽ ഏതൊക്കെ സെക്ടറുകൾ പെർഫോം ചെയ്യുമെന്ന് ഇവാലുവേറ്റ് ചെയ്ത ശേഷം അതാത് കമ്പനികൾ നിക്ഷേപിക്കുന്ന ഒരു തിയറിയാണ് കൺസംഷൻ ഫണ്ട് എന്ന് പറയുന്നത്. സോ കൺസംഷൻ എന്ന് പറയുമ്പോൾ FMCG ഉണ്ട്, ഓട്ടോ ഉണ്ട്, അതുപോലെ നമുക്ക് ധാരാളം ക്യാപിറ്റൽ ഗുഡ്സ് ഉണ്ട്, ധാരാളം ഐറ്റം ഉണ്ട്. പക്ഷേ ഇൻ റിയാലിറ്റി കൺസംഷൻ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മൾ വിചാരിക്കുക ഇത് പിന്നെ FMCG ആണ് എന്നാണ്. ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്. കാരണം FMCGയേക്കാൾ കൂടുതൽ പ്രോഫിറ്റ് നൽകുന്നത് ഇന്ന് പിന്നെ ഓട്ടോ സെക്ടറാണ്. സോ ദാറ്റ് ഓൾസോ പാർട്ട് ഓഫ് കൺസംഷൻ. ഇപ്പോൾ FMCG എടുത്തു കഴിഞ്ഞാൽ FMCG എന്ന് പറയുന്നത് നമ്മുടെ ഡേ ടു ഡേ ആവശ്യങ്ങൾക്ക് വേണ്ട ഒരു ആക്ച്വൽ കൺസംഷൻ മാത്രമേ നമുക്ക് FMCGയിൽ വരുന്നുള്ളൂ. അതിന് വരുന്ന വോളിയവും അതുപോലെ തന്നെ നമുക്ക് ഓട്ടോ സെക്ടറിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ വരുന്ന വോളിയം തമ്മിൽ നോക്കുമ്പോൾ ദാറ്റ് ഈസ് ആക്ച്വലി 3 times ബിഗർ ദാൻ നോർമൽ കൺസംഷൻ. സോ അതുകൊണ്ട് കൺസംഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് പിന്നെ ഓട്ടോ സെക്ടർ വരുന്നുണ്ട്, അതുപോലെ മറ്റ് ഇൻഡസ്ട്രിയൽ സെക്ടറുകൾ എല്ലാം നമുക്ക് വരുന്നുണ്ട്, പ്രൊഡക്ഷൻസ് വരുന്നുണ്ട്. പക്ഷേ അൾട്ടിമേറ്റ്ലി ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നത് since India is a country with young population, we will have more opportunity with consumption psychology എന്നതാണ് അതിൻ്റെ ഒരു അർത്ഥം. സോ അതിനെ എങ്ങനെ നമുക്ക് പിന്നെ മെറ്റീരിയലൈസ് ചെയ്യാൻ പറ്റും, അതിനെ എങ്ങനെ നമുക്ക് പിന്നെ മണി മേക്കിംഗ് സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും എന്ന ഒരു പ്രോസസ്സാണ് ഈ ബാങ്ക് ഓഫ് ഇന്ത്യ പ്രൊമോട്ട് ചെയ്യുന്ന കൺസംഷൻ മ്യൂച്വൽ ഫണ്ട് NFO എന്ന് പറയുന്നത്. സോ ഐഡിയ ഈസ് വെരി ഗുഡ്, ബട്ട് ദ തിങ് ഈസ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇത്തരം ഫണ്ടുകൾ മാനേജ് ചെയ്യുന്നൊരു കാപ്പബിൾ ആണോ അല്ലയോ എന്നതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇവിടെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇഫ് യു ആർ ഗോയിങ് ടു ഇൻവെസ്റ്റ് ഇൻ ദിസ് കൺസംഷൻ ഫണ്ട്, ബാങ്ക് ഓഫ് ഇന്ത്യ ഡസൻറ്റ് ഹാവ് ദാറ്റ് മച്ച് ട്രാക്ക് റെക്കോർഡ് ലൈക്ക് അതർ അസറ്റ് മാനേജ്മെന്റ് കമ്പനീസ് ഇൻ ഇന്ത്യ. ടു ബി ഹോണസ്റ്റ്, നിങ്ങൾ അടുത്ത ഒരു ഫസ്റ്റ് ഫ്രണ്ട് റണ്ണിങ് പിന്നെ AMC അസറ്റ് മാനേജ്മെന്റ് കമ്പനികൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഏകദേശം 40 കമ്പനികൾക്ക് ശേഷമാണ് ബാങ്ക് ഓഫ് ഇന്ത്യ പോലുള്ള കമ്പനികൾ വരുന്നത്. അതിൻ്റെ കാരണം എന്തെന്ന് വെച്ചാൽ ഇത്തരം ബാങ്കുകളുടെ ഒരു സ്റ്റേക്ക് എന്ന് പറയുന്നത് ഇറ്റ്സ് ലെസ് ദാൻ 1 crore. ഇതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. പക്ഷേ എന്ന് കരുതി നമുക്ക് ഇൻവെസ്റ്റേഴ്സിന് നഷ്ടം വരുമെന്നോ അതല്ലെങ്കിൽ അതിൻ്റെ പെർഫോമൻസ് മോശമാവുന്നോ അതല്ലെങ്കിൽ ഫണ്ട് മാനേജറുടെ സ്കില്ല് പോരാ എന്നോ അതിനർത്ഥമില്ല.
But I'm just giving you the idea why the other companies mutual funds are performing very well. എന്ന് പറയുമ്പോൾ ദിസ് ഇസ് ദ റീസൺ. ദിസ് ഇസ് എ ന്യൂ കമ്പനി, ഇറ്റ്സ് എ ന്യൂ ഫണ്ട് വിച്ച് ഈസ് മാനേജ്ഡ് ബൈ ബാങ്ക് ഓഫ് ഇന്ത്യ. ഇനി ടുമോറോ ഇറ്റ് ഈസ് ക്ലോസിംഗ് ആൻഡ് NAV is 10 rupees and there is no exit load, but you will pay 1% redemption fee on that. ആൻഡ് മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് 5,000 rupees ആണ്. ഇത് നിങ്ങൾക്ക് SIP പിന്നെ ഓപ്ഷൻ പറയുന്നില്ല. മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ് 5,000 rupees ആണ് ഇതിൽ പറയുന്നത്. ഇതിൻ്റെ പിന്നെ ഫണ്ട് മാനേജർ എന്ന് പറയുന്നത് മിസ്റ്റർ നിതിൻ ഗോസാർ. ഹി ജസ്റ്റ് ജോയിൻ വിത്ത് ദ കമ്പനി ആൻഡ് അദ്ദേഹം നല്ല ട്രാക്ക് റെക്കോർഡ് ഉള്ള ഒരാളാണ്. IFCI ഫിനാൻഷ്യൽ സർവീസസ്, അതുപോലെ ബത്ലിവാല ആൻഡ് കറാനി സെക്യൂരിറ്റീസ്, SKB സെക്യൂരിറ്റീസ്, NDA സെക്യൂരിറ്റീസ്, ഈ കമ്പനികളെല്ലാം വർക്ക് ചെയ്ത് എക്സ്പീരിയൻസിലുള്ള ഒരാൾ തന്നെയാണ്. ആൻഡ് ഈസ് ഹോൾഡിംഗ് അറൗണ്ട് 8 മ്യൂച്വൽ ഫണ്ട്സ്. അതായത് ബാങ്ക് ഓഫ് ഇന്ത്യ ലാർജ് ആൻഡ് മിഡ് ക്യാപ് ഇക്വിറ്റി ഫണ്ട്, ഇൻവെസ്കോ ഇന്ത്യ ലാർജ് ക്യാപ് ഫണ്ട് അദ്ദേഹം മാനേജ് ചെയ്തിട്ടുണ്ട്, ഇൻവെസ്കോ ഇന്ത്യ റെഗുലർ സേവിങ്സ് ഫണ്ട് മാനേജ് ചെയ്തിട്ടുണ്ട്, ബാങ്ക് ഓഫ് ഇന്ത്യ മൾട്ടി ക്യാപ് ഫണ്ട് പിന്നെ മാനേജ് ചെയ്യുന്നുണ്ട്, ബാങ്ക് ഓഫ് ഇന്ത്യ മാനുഫാക്ചറിങ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് മാനേജ് ചെയ്യുന്നുണ്ട്, ഇൻവെസ്കോ ഇന്ത്യ PSC ഇക്വിറ്റി ഫണ്ട് മാനേജ് ചെയ്തിട്ടുണ്ട്, ഇൻവെസ്കോ ഇന്ത്യ ഫോക്കസ് ഫണ്ട് മാനേജ് ചെയ്തിട്ടുണ്ട്, ദെൻ ബാങ്ക് ഓഫ് ഇന്ത്യ കൺസംഷൻ ഫണ്ട്. ദിസ് ഇസ് ദ ലേറ്റസ്റ്റ് ഷീ ഈസ് ഹാൻഡ്ലിംഗ്. സോ ഇതാണ് ഫണ്ട് മാനേജറെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് കൺസംഷൻ ഫണ്ട്. പിന്നെ കൺസംഷൻ ഫണ്ടുകൾ പ്രൊമോട്ട് ചെയ്യുന്ന മറ്റ് ഫണ്ടുകളാണ് നിപ്പോൺ ഇന്ത്യ സ്മോൾ ക്യാപ് ഫണ്ട്, ഫ്രാങ്ക്ലിൻ ഇന്ത്യ സ്മോളർ കമ്പനീസ് ഡയറക്റ്റ് ഫണ്ട്, HDFC സ്മോൾ ക്യാപ് ഫണ്ട്, ഫ്രാങ്ക്ലിൻ ഇന്ത്യ പ്രൈമ ഡയറക്റ്റ് ഫണ്ട്, ഫ്രാങ്ക്ലിൻ ഇന്ത്യ ടെക്നോളജി ഫണ്ട്, പിന്നെ മഹേന്ദ്ര മനുലൈഫ് ഉണ്ട്, അതുപോലെ SBI ഉണ്ട്. സോ ദർ ആർ മെനി ഫ്രണ്ട് റൺ കമ്പനീസ്. അവരുടെ ഫണ്ട് സൈസ് എന്നെല്ലാം പറഞ്ഞ് വളരെ വലുതാണ്. But even though Bank of India is promoting this type of NFO, and if you want, you can consider. Basically, if you ask me, I will invest in this mutual fund. But I don't strongly recommend to everyone because risk factor is very high. Also, the fund manager is quite new in this business. And this is all about it. So മറ്റൊന്ന്, if you want to invest in mutual fund, many people they want to know within 6 months how much they get the reward, after 1 year how much they get reward. These are the major questions every time people is asking. I want to give you one insight that if you invest your money for mutual fund with 6 months or 1 year, don't expect too much. Between 9 to 13% you can expect if the fund performs very well. Sometimes the process will be delayed for another 1 year, and slowly it will grow in the market. This is the idea. But in general, this kind of funds, they are going to give you around 30% profit. മറ്റുള്ള നല്ല കമ്പനികളെല്ലാം കൊടുക്കുന്നുണ്ട്. പക്ഷേ ബാങ്ക് ഓഫ് ഇന്ത്യ പോലുള്ള കമ്പനികൾ, ഈവൺ ഇഫ് ദേ ഗിവ് യു എ പ്രോഫിറ്റ് ബിറ്റ്വീൻ 9 to 15%, you can count that investment is in safe hands, and it's quite good return comparing with bank returns in India. So any mutual fund which is going to give you more than 9%, it is good return. So if it is doubling or tripling like 20 and 30%, so you are a lucky person in that business. അത്രമാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. So if you have lump sum amount in your pocket, you can invest. Okay, thank you very much.